നമ്മളിന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകുന്നേട്ടാ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് അതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരാളെ പിറന്നാളും കൂടിയാണ് അല്ല പറ്റൂ. അപ്പോൾ ഒരാളിതാ വിനീൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടാ തന്നെ സ്ഥലം നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണാം വേഗം തന്നെ എവിടെയാണെന്ന്. അതെ, അപ്പോൾ നമുക്ക് നേരത്തെ വിട്ടാലോ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഓക്കെ, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ രാവിലത്തെ അടിപൊളി വ്യൂ ആട്ടോ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ കിട്ടലൻ. ഇനി അടുത്ത മാസം കൂടി മഞ്ഞെല്ലാം കിട്ടലൻ വ്യൂ ആയിരിക്കും. ഇതാ ഒരാൾ രാവിലെ തന്നെ എണീച്ചു വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, പോകുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടി. എന്നാ ഓക്കെ പറഞ്ഞോ. നീടി വന്ന് ഓഹോ. നമ്മളങ്ങനെ പറശ്ശിനി പാലത്തുമ്പിലെത്തിയട്ടാ. അപ്പോൾ നമുക്ക് എത്തേണ്ടത് കുറ്റിക്കോല് തളിപ്പറമ്പ് നിന്നാണ് ലെഫ്റ്റ് തിരിഞ്ഞ കേട്ടോ. കുറ്റിക്കോലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമുക്ക് ഈ സ്പോട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചെറിയ റോട്ടിലാണ് നമ്മൾ പോകുന്നത്. എന്നാലും വണ്ടി പോവും, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. ഇതാണ് നമ്മളെ സ്പോട്ട് കേട്ടോ. സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം വെച്ചതാണ് ഇങ്ങനെ നമ്മളെ തോണി എത്തിയില്ല, വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞ് നമുക്ക് ചായ എല്ലാം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ചായ കുടിക്കുന്നുണ്ട്. ആ ചേച്ചി നല്ലൊരു അടിപൊളി പഴംപൊരിയെല്ലാം കൊണ്ടുവന്നിട്ട് കേട്ടോ. കിടലും പഴംപൊരിയാണ്. ഇനി നമ്മൾ തോണി എത്തിയാ വന്നോ തോണി എത്തിയിട്ടുണ്ട്. അതാ തോണി കയറി അങ്ങനെ നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ആമ്പൽപ്പാടാട്ടോ അല്ലേ? അതെ, ഇനിയാണ് കാഴ്ച. ഇതാ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. പേടിച്ച് ഒരുപാട് തോണി ഉണ്ടെന്ന് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കുറേ ഉണ്ടെന്ന് പറഞ്ഞു, 40 തോണി അങ്ങനെ എത്ര ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലേ. അങ്ങോട്ടെല്ലാം കുറച്ച് അങ്ങ് നിങ്ങേക്ക് ഇത് വരയ്ക്കട്ടെ ഞാൻ ഇവര് വളച്ചു. നിങ്ങൾ വളച്ചോ, ഞാൻ പറഞ്ഞു വളച്ചോ. തന്നെ. അപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല കേട്ടാ. വന്നാലും എന്തിയാലും അല്ലേ, രാവിലെ തന്നെ നല്ല വ്യൂ. അടിപൊളി എന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. ഇതെല്ലാം നോക്കിയതാ ഇതെല്ലാം ഇങ്ങനെ കാണാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എന്ത് വേണ്ടിക്ക് ചെയ്യാലോ. രാവിലത്തെ കൊണ്ട് നല്ല അടിപൊളി വ്യൂ. അതാ ഒരാൾ ഇവിടെ തകർക്കുന്നുണ്ട്, ഒന്നും നോക്കുന്നില്ല. ഫോട്ടോഷൂട്ടാണോ? ഫോട്ടോഷൂട്ട് നടക്കട്ടെ. അപ്പോൾ ഇതാണ് ഒരാൾ പിറന്നാളെന്ന് പറഞ്ഞിട്ടില്ലേ. പിറന്നാളിന് വന്ന് നമ്മൾ കൂട്ടി വന്ന സ്ഥലമായത്. അതായത് നമ്മളെ ആമ്പൽപ്പാടം. നിങ്ങൾ കുറേ റീലിലെല്ലാം കണ്ടിട്ടുണ്ടാവും. നമുക്ക് സ്ഥലം എവിടെയാണെന്നല്ലേ ചേട്ടൻ പറഞ്ഞു. സ്ഥലം എവിടെയാണ് ശരിക്കും? തളിപ്പറമ്പിലെ കോട് തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമല്ലേ ഇത്? നമ്മൾ കുറ്റിക്കോൽ നല്ല ഇങ്ങോട്ട് തെറ്റുന്നത്. കുറ്റിക്കോൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ബോട്ട് മിഷൻ ബോട്ടുണ്ട്, അതൊരു മിഷൻ ബോട്ടാണ്. പക്ഷേ അത് ശരിക്കും ഇവിടെ നടക്കില്ല, കാരണം ഈ ആമ്പൽ ഫുള്ള് നശിച്ചു പോകുന്നുണ്ട്. തോണിയിലാണ് കേട്ടോ, സർവീസ് കംപ്ലീറ്റ് തോണിയിലാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്തായി. അപ്പോൾ ഇതിൻ്റെ സീസൺ വരുന്നത് സ്റ്റാർട്ടാകുന്നത് അപ്പോൾ ചേട്ടാ, സീസൺ സ്റ്റാർട്ടാകുന്നത് ജനുവരി അല്ലേ സ്റ്റാർട്ടാകുന്നത്? മഴക്കാലം കഴിഞ്ഞ അവിടെ സ്റ്റാർട്ടാകും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു മാസം കൂടി അല്ലേ കിട്ടൂല ഇത്? ഇനി ഒരു 3 മാസം കൂടി കിട്ടൂലേ? ഒരു 3 മാസം കൂടി ഉണ്ട് കേട്ടോ സീസൺ. അപ്പോൾ അടിപൊളി വ്യൂ ആണ് അല്ലേ? അതെ, ഒരാൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് തോടി അനങ്ങുമ്പോൾ തന്നെ ആമ്പല് വരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. കൂടുതലും കർണാടകക്കാരാ കൂടുതൽ വരുന്നല്ലേ? ഓക്കെ. കല്യാണം ഉണ്ടാവും അല്ലേ? പക്ഷെ ഇതന്നെ ഇതിന്റെ പ്രശ്നമല്ല, ഒരു 10 മണിയാകുമ്പോൾ ഈ സംഭവം തീരും. അപ്പോൾ വരുന്നവരെന്തായാലും രാവിലെ വിട്ടോ, ഒരു 5 മണിക്ക് എണീച്ച് വിട്ടോ, അടുത്തില്ലവര്. ഇനി ദൂരെയില്ല. അതാ പിന്നെ എണീക്കേണ്ടതാ, ഇതെല്ലാം കുത്തിപ്പിടിച്ച് എണീച്ചുകൊണ്ടിരുന്നതാ. സച്ചുവെല്ലാം നോക്കിയതാ, ഇപ്പൊ ഉറക്കം തെളിഞ്ഞില്ല എനക്ക് വന്നേ. വേറെ ജില്ലയിൽ നിന്നെല്ലാം വരുന്നുണ്ടെങ്കിൽ എനക്ക് വന്ന് ഇവിടെ തളിപ്പറമ്പ് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് റൂം എടുത്തിട്ട് അല്ലേ, തളിപ്പറമ്പ് റൂം അല്ലെ പറശ്ശിനിക്കടവ് അമ്പലത്തിന്റെ അടുക്കല റൂമുണ്ട്. അപ്പൊ ആടെ വന്നിട്ട് രാവിലെ അവിടെ നിന്ന് ഒരു പറശ്ശിനിക്കടവ് വന്നാൽ ശരിക്കും പറഞ്ഞാൽ 5:45 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് വിട്ടാൽ തന്നെ സുഖമായിട്ട് ഇടാം അല്ലേ. മാക്സിമം നേരത്തെ വരാൻ നോക്കുക, കാരണം ഇത് ഒരു 10-10 ആകുമ്പോൾ സംഭവം കഴിഞ്ഞു. പിന്നെ ഈ അതെ വെയിൽ ശക്തിയാകുമ്പോൾ വെച്ചാൽ ഈ പൂവ് കംപ്ലീറ്റ് ഇങ്ങനെ ചുരുങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടവർക്ക് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട, ഇതാ തകർത്ത് അഭിനയിച്ചോ. ഇതാ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ വന്നിട്ടുണ്ട്. അമ്മ വിളിച്ചിട്ട് ഇതാ കാണിച്ചു കൊടുക്കുക. ഇങ്ങോട്ടാ വീഡിയോ കോളിലാണ് ആമ്പൽ
ആമ്പൽ അമ്പലക്കുളം കഴിഞ്ഞിട്ട് മടങ്ങി നമ്മള്. അതെ ഇത് ആടെ കല്യാണത്തിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടാ. എങ്ങനെയല്ലോ കൂടി കരക്കെത്തിന്ന് പറഞ്ഞാൽ മതി. സൂപ്പർ വ്യൂ അല്ല, അമ്മാതിരി പേടിയായിരുന്നു. അങ്ങനെ എങ്ങനെയല്ലോ തിരിച്ച് കരക്കെത്തിട്ടാ. അപ്പോ ഒരാളെ പിറന്നാളായിട്ട് നമ്മളിതാ അമ്പൽപ്പാടെല്ലാം തുഴഞ്ഞെത്തിയിട്ടുണ്ട്. ഇതാ കൊറേ പൂവെല്ലാം നടന്ന് പൊട്ടിച്ചോണ്ട് ജീവനോടെ ഇവിടെ എത്തി ഗൈസ്. എമ്മാതിരി പേടിയായിരുന്നല്ലേ സച്ചു? എന്ത് പേടി. സ്പീഡ് ബോട്ട് ഒന്നല്ലല്ലോ, തോണിയല്ലേ, കുറച്ച് പേടി. അപ്പൊ എല്ലാവർക്കും വരാൻ വേണ്ടിട്ട് നമ്മള് താഴെ നമ്പർ കൊടുക്കാം. എല്ലാരും അതിന്റെ അകത്ത് വിളിച്ചിട്ട് വന്നോ. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ വൈൻഡപ്പ് ചെയ്താലോ? അതെ, ഓക്കെ എന്നാ. അപ്പൊ ഓക്കെ, ബൈ.